നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വന്ധ്യതയും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ലാപ്രോസ്കോപ്പിക് സർജനും അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ സിമി ഹരിദാസ് ആണ് നമുക്കോടൊപ്പം. ഹാരിസാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മാം, ഈ വന്ധ്യതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പണ്ട് നാളിൽ ഒരു സിറ്റികളിൽ മാത്രം വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇന്ന് ഗ്രാമപ്രദേശങ്ങളിലടക്കം വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചും ഈ വന്ധ്യത എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ അറിവുകളുണ്ട്. പണ്ട് നാടുകളിൽ വന്ധ്യത എപ്പോഴും ഒരു സ്ത്രീയുടെ മാത്രം പ്രശ്നമായി കരുതിയതിൽ നിന്നും മാറി ഇപ്പോൾ സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തമുള്ള ഒരു അസുഖമായിട്ടാണ് വന്ധ്യതയെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വന്ധ്യത നമ്മൾ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ എപ്പോൾ നമുക്കത് വന്ധ്യത നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോഴും നമുക്കറിയാം, ചില കപ്പിൾസ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 1 മാസമോ 2 മാസമോ ഒക്കെ കഴിഞ്ഞിട്ടും അവർ ട്രൈ ചെയ്തിട്ട് കുട്ടികളുണ്ടായില്ലെങ്കിൽ പെട്ടെന്ന് സ്ട്രെസ്സാണ്, ഇനി കുട്ടികളുണ്ടാവാതിരിക്കുമോ എന്നുള്ളത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് വന്ധ്യത എന്ന് പറഞ്ഞൊരു ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുന്നത്? ഓക്കെ, അപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പം ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് നമുക്ക് ഒരു 22 വയസ്സ് മുതൽ അല്ലെങ്കിൽ 21 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, പിന്നെ അധികം ഏജ് ആവാത്ത ആണുങ്ങളും, അതായത് ഒരു ബിലോ 40 ഇയേഴ്സ് നോർമൽ ഒരു മാരേജ് ലൈഫ്, അങ്ങനെയുള്ളവർ കല്യാണം കഴിച്ചതിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് 1 വർഷം വരെ അവർ കൂടെ താമസിച്ചിട്ടും പ്രഗ്നൻസി ആകുന്നില്ല. അതായത് റെഗുലറായിട്ട് ഇപ്പം ഗൾഫിലല്ല, അങ്ങനെയുള്ള രീതിയല്ല, അല്ലാതെ തന്നെ കൂടെ താമസിച്ച് 1 ഇയർ ഒരുമിച്ച് താമസിച്ചിട്ട് പ്രഗ്നൻസി ആയില്ലെങ്കിൽ മാത്രം നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് സാധാരണ സ്വീകരിക്കാറുള്ളൂ. ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതല്ല, നമ്മൾ അതിന് എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കും. പക്ഷേ ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം ലേറ്റ് മാരേജ്, ഇപ്പോൾ ഒരു 30 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 32-35 ഇയേഴ്സ് ആകുമ്പോഴാണ് കല്യാണം, സ്ത്രീകളിലെ ലേറ്റ് മാരേജ്. പിന്നെ അല്ല, ഇങ്ങനെ ഓൾറെഡി പ്രോബ്ലംസ് ഉള്ള ഗേൾസ്, അതായത് ഇപ്പം പോളിസിസ്റ്റിക് ഓവറി, അതായത് ഇറഗുലർ പീരീഡ്സ്, അല്ല സിംറ്റംസ് വെച്ച് പറയുകയാണെങ്കിൽ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് കൂടുതൽ, അല്ലെങ്കിൽ നേരത്തെ മുഴ അവരുടെ ഗർഭപാത്രത്തിലോ അല്ലെങ്കിൽ അണ്ഡാശയത്തിലോ മുഴകളുള്ളവർ, അതുമല്ല പിന്നെ ചിലപ്പോൾ ഈ നേരത്തെ ഇപ്പം ആണുങ്ങളിലാണെങ്കിൽ തന്നെയും ചെറുതിലെ മംസ് വന്നിട്ടുള്ളവർ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുള്ളവർ, ഇൻഗ്വൈനൽ അതായത് വൃഷ്ണങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും ഒരു ഇഞ്ചുറി നേരത്തെ ഉണ്ടായി അവർക്കൊരു സർജറി കഴിഞ്ഞവരോ, ഇങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ 1 ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ ഒരു 6 മന്ത്സ് എങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം അഥവാ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്തിട്ട് പിന്നെ അവരോട് തന്നെ കൺസീവ് ചെയ്യാൻ പറയാൻ പറ്റും. പിന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളെന്ന് നമ്മളിപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഗൾഫിലുള്ളവർ. അപ്പോൾ അവർ കല്യാണം കഴിച്ചിട്ട് കൂടെ ഒരു 2 മാസം താമസിക്കും, പിന്നെ അവർ 1 ഇയർ കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്കൊരു 1 ഇയർ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ ആങ്ഷ്യസ് ആയിരിക്കും പ്രഗ്നൻസി ആവാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ അവരുടെ ടെസ്റ്റുകൾ, സാധാരണ ടെസ്റ്റുകളൊക്കെ നോക്കി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, വേറെ ഭയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല എന്നവരെ കൗൺസിൽ ചെയ്ത് വിടാം. അതിനുശേഷം അവർ 1 ഇയർ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് 1 ഇയർ ടൈം കൊടുക്കുക. എന്നിട്ട് പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ മാത്രം നമ്മളതിനെ ചികിത്സിക്കുക. എപ്പോഴും ഒരു പ്രഗ്നൻസി ആവാതെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യം ബേസിക് ആയിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിന് അടുത്ത് പോകുമ്പോഴത്തേക്ക് ചെയ്യുന്നത്? പുരുഷന്മാർ എന്തൊക്കെ ടെസ്റ്റുകളിലൂടെ കടന്നു പോകേണ്ടി വരും? അതായത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ലേഡി ഒന്നാമത് അവരുടെ ഹിസ്റ്ററി ചോദിക്കുക. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഒരു ലേഡി അപ്പോൾ അവർക്ക് റെഗുലർ പീരീഡ്സ് ആണോ, അപ്പം ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് തോന്നുമ്പോൾ അവർക്കൊരു പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് കാണാം, ഇല്ല അവർക്ക് മെൻസസ് എങ്ങനെയാണ്, പെയിൻഫുൾ ആണോ, അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് നോക്കുക. പിന്നെ മെയിൽസ് ആണെങ്കിൽ അവരുടെ ജോലി, അല്ലെങ്കിൽ അവർക്ക് സ്മോക്കിംഗ് ഉണ്ടോ, അവർക്ക് ആൽക്കഹോളിസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, അപ്പോൾ അതിലുള്ള ഹിസ്റ്ററി ചോദിക്കുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ചികിത്സ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബാറ്ററി, അതായത് വന്ന ഉടനെ ഒരു പേഷ്യൻറ്റിനെ ആദ്യം തൊട്ടുള്ള കുറേ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ആവശ്യമില്ല. ബേസിക്കായിട്ട് നമ്മൾ ഈ സാധാരണഗതിയിൽ നോക്കുന്ന അവരുടെ ഒരു ആരോഗ്യസ്ഥിതി, നമ്മൾ സാധാരണ ഒരു ഹീമോഗ്ലോബിൻ എങ്ങനെയുണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി, ഓക്കെ ഹീമോഗ്ലോബിൻ, പിന്നെ ഷുഗർ, ഡയബറ്റീസോ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ ഇല്ലെങ്കിലും ഒരു ഷുഗർ നോക്കാം. അതൊക്കെ വളരെ തുച്ഛമായ പൈസ കൊണ്ട് ചെയ്യാവുന്ന ടെസ്റ്റുകളാണ്. പിന്നെ ബേസിക്കായിട്ട് നമ്മൾ എല്ലാവർക്കും നോക്കുന്നതാണ് തൈറോയിഡ് ടെസ്റ്റ്. തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രോബ്ലം നമുക്ക് എപ്പോഴും ഈ വന്ധ്യത ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തൈറോയിഡിൻ്റെ പ്രോബ്ലം, ഹൈപ്പോതൈറോയിഡിസം അത് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവർക്കും എന്തായാലും തൈറോയിഡിൻ്റെ ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യും.
പിന്നെ ഉള്ളത് ഒരു ബേസിക് ആയിട്ടൊരു അൾട്രാസൗണ്ട്, നമ്മുടെ ഒരു പെൽവിസിൻ്റെ അതായത് ഗർഭാശയോ അണ്ടാശയോ നോക്കുന്ന ഒരു സ്കാനിങ്. ഈ ഒരു ഇത്രയും ടെസ്റ്റുകൾ, ഈ ഒരു 3-4 ടെസ്റ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അവരുടെ പ്രോബ്ലംസ് നമുക്ക് ഒരുവിധം മനസ്സിലാകാൻ പറ്റും. അപ്പോൾ അതിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. പിന്നെ അത് സാധാരണ ഈ ഒരു 4-5 ടെസ്റ്റ് മാത്രം സ്ത്രീകളിൽ ആവശ്യം വേണ്ടി വരുള്ളൂ. പിന്നെ പുരുഷന്മാരിൽ നമ്മളെപ്പോഴും ഈ പറഞ്ഞ ഷുഗർ, ഹീമോഗ്ലോബിൻ, പിന്നെ നമ്മൾ നോക്കുന്നത് അവരുടെ ഒരു ബീജം ടെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം വേറെ ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ കൗണ്ട്, അതായത് ബീജത്തിൻ്റെ സ്പേം കൗണ്ട് വളരെ കുറവായിട്ട് കാണും. അപ്പോൾ അത് കാരണം നമ്മൾ ബേസിക്കായിട്ട് എപ്പോഴും മെയിൽസിൻ്റെ സെമൻ അനാലിസിസ് ചെയ്തിരിക്കും. പിന്നെ സെമൻ അനാലിസിസ് വളരെ കുറവായിട്ടോ അല്ലെങ്കിൽ അതിൽ കൗണ്ട് കുറവായിട്ട് കാണുകയാണെങ്കിൽ മാത്രം നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനിന് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഈ ഇത്രയും ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമേ സാധാരണഗതിയിൽ ഒരു സ്ത്രീക്കോ പുരുഷനോ ആവശ്യമുള്ളൂ. തീർച്ചയായിട്ടും ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെറിയ കാര്യത്തിൽ അൾട്രാസൗണ്ട് സ്കാനിൽ തുടങ്ങി അത് ലാപ്രോസ്കോപ്പിക് ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി, അതല്ലെങ്കിൽ IVF ഒക്കെ രീതിയിൽ ഒരു വളരെ വലിയൊരു ചികിത്സാ രീതിയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. നമ്മൾ ചികിത്സയിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെയാണ് പടിപടിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സാധിക്കുക? അപ്പോൾ സാധാരണഗതിയിൽ നോക്കുമ്പോൾ പുരുഷന്മാർക്ക് പിന്നെ കൗണ്ട് നോർമലാണ്, സ്ത്രീക്ക് അൾട്രാസൗണ്ട് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല, പീരീഡ്സ് നോർമലാണ് ഒക്കെ ആണെന്നുള്ള സിറ്റുവേഷനിൽ ബാക്കി ഹോർമോൺ ടെസ്റ്റുകളൊക്കെ നോർമലാണ് എന്നുള്ള സിറ്റുവേഷനിലും സാധാരണഗതിയിൽ പ്രഗ്നൻസി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് മുന്നോട്ടുള്ള ചികിത്സാ മാർഗം? ഇപ്പോൾ പല ആൾക്കാർക്കും കൺഫ്യൂസ്ഡ് ആണ്. ഡോക്ടറെ പോയി കണ്ടു, കൗണ്ട് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല, പക്ഷേ പ്രഗ്നൻസിയിലേക്ക് അത് എത്തപ്പെടുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താണ് ഉണ്ടാകുന്നത്? പല കപ്പിൾസും ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയിലാണിതുള്ളത്. അപ്പം നമ്മളിപ്പോൾ എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, പക്ഷേ എന്നിട്ടും അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ ടെസ്റ്റും നോർമലാണ്, സാധാരണ ഒരു പേഷ്യൻറ്റിന് നമ്മളൊരു 1 year വരെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടും നോർമലാണെന്നുണ്ടെങ്കിൽ 1 year അവർ ശരിക്കും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഒന്നുകൂടെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാവുക എപ്പോഴാണ് അണ്ടോൽപാദനം നടക്കുന്ന ടൈം. ഒരു പേഷ്യൻറ്റിന് നമുക്ക് അണ്ടോൽപാദനം നടക്കുന്ന ടൈം അറിയാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ 1 year അവർ ഓൾറെഡി ട്രൈ ചെയ്തു, പിന്നെ നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പോൾ അതിലും പ്രോബ്ലം ഇല്ല. അപ്പോൾ അവർക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ടാബ്ലറ്റ്, അതായത് ഓവുലേഷൻ ഓൾറെഡി അവർക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നതേ ഉള്ളൂ, നമുക്കറിയില്ല അവർക്ക് ശരിക്കും ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അത് നോക്കാനായിട്ട് നമ്മൾ സ്കാനിങ്, ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയും. ചെറിയ ഡോസ് ഈ ഓവുലേഷൻ നടക്കാനുള്ള ഓൾറെഡി നടക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എങ്കിൽ പോലും ചെറിയൊരു ഡോസ് ഓവുലേഷൻ കറക്റ്റായി വരുന്നു എന്ന് നമ്മൾ തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ടാബ്ലറ്റ് കൊടുത്തിട്ട് അവർ സ്കാനിങ്ങിൽ കൂടെ അണ്ടോൽപാദനം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതാണ് നമ്മൾ യൂഷ്വലി സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ മെയിൽസിൻ്റെ കൗണ്ട് നോർമൽ ആണെങ്കിൽ നമുക്ക് അവരെ വേറെ ചികിത്സയുടെ ആവശ്യമില്ല. തീർച്ചയായിട്ടും പറഞ്ഞോളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഈ ടെസ്റ്റുകൾ പറഞ്ഞു, ഈ ചെറിയൊരു ടെസ്റ്റുകൾ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്നു. ഫോളിക്കുലർ സ്റ്റഡി എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പം അണ്ടോൽപാദനം നടക്കുന്നുണ്ട്, പിന്നെ ആ സമയത്ത് ഇവരോട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 മാസം നമ്മൾ സാധാരണഗതിയിൽ അവർക്ക് ടൈം കൊടുക്കാറുണ്ട്. അപ്പം 3-4 മാസം ഇങ്ങനെയായിട്ടും ഇവർ പ്രഗ്നൻസി ആവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത പടിയിലോട്ട് പോകണം. കാരണം ഇവരുടെ ട്യൂബ്, അണ്ടവാഹിനി കുഴലുണ്ട്, അതിലെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ. അപ്പോൾ അതിനൊരു ചെറിയൊരു HSG എന്നൊരു ടെസ്റ്റ് ഉണ്ട്, ഒരു എക്സ്റേ ആണ്, ഡൈ കീപ്പ് ചെയ്തിട്ട് എക്സ്റേ എടുക്കുന്നു. അപ്പോൾ അതിലും പ്രോബ്ലം ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയാണ് അടുത്തൊരു സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പ് വൈസ് തന്നെ പോകണം. പല പേഷ്യൻസും ചെയ്യുന്ന ഒരു പ്രോബ്ലം അവരുടെ ഒരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു 3-4 മാസം പേഷ്യൻസ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ അവർ 4 മാസമായി ഞാൻ പ്രഗ്നൻസി ആവുന്നില്ല, അപ്പം ഡോക്ടറിൻ്റെ കുഴപ്പമായിരിക്കും, വേണ്ട നമുക്ക് അടുത്ത ഡോക്ടർ എന്ത് ചെയ്യും, അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യും. അത് കഴിഞ്ഞ് അവർ ഇതേപോലെ വീണ്ടും ആ ഒരു 3 months 4 months വന്ന് നിൽക്കുകയാണ്. അപ്പം അല്ല ശരി, ആ ഡോക്ടറും ശരിയാവുന്നില്ല, വേണ്ട ഡോക്ടറിൻ്റെ കുഴപ്പമായിരിക്കും, ഓക്കെ നെക്സ്റ്റ് ഡോക്ടർ. അപ്പം നമ്മൾ ഈ മാറി പോകുമ്പോൾ നമ്മുടെ ടൈമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. നമ്മൾ ഈ ഒരു 3 months അല്ലെങ്കിൽ 4 months കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലോട്ട് തന്നെ പോകണം. വീണ്ടും നമ്മളൊരു പുതിയ ഡോക്ടറെ കാണുമ്പോൾ പലപ്പോഴും പല ഡോക്ടേഴ്സും അത് തന്നെ വീണ്ടും ഫോളോ ചെയ്യും. അപ്പോൾ ഈ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻസിൻ്റെ ടൈം, അവരുടെ ഏജ്, നമ്മൾ ഈ ഓരോ വർഷം കൂടുന്തോറും ലേഡീസിൻ്റെ പ്രായം, നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴും നമ്മുടെ അണ്ടത്തിൻ്റെ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമായി വരും. എസ്പെഷ്യലി ഒരു 30-34 years കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എവറി ഇയർ നമ്മുടെ ഈ എഗ്ഗിൻ്റെ ക്വാളിറ്റി മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭ്രൂണവും അതുപോലെ മോശമാവും. അപ്പോൾ നമുക്ക് പ്രഗ്നൻസിയുടെ ചാൻസ് കുറയും. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ ഡോക്ടർ പറയുകയാണ് ഓക്കെ 3-4 മാസം കഴിഞ്ഞു ആയില്ല,
എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് ഡോക്ടർ പറയുന്നത് ചെയ്യുക. ഇപ്പം അവിടെ ഇല്ല, അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ ജസ്റ്റ് അടുത്ത സ്ഥലത്ത് പോവുക. കാരണം ഇപ്പോൾ ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യണം, ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഫോളിക്കുലർ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ അതെല്ലാം മിസ് ചെയ്യുകയാണ്. അതിലും പ്രോബ്ലം ഇല്ലെങ്കിൽ നമ്മൾ പറയുന്നത് IUI എന്ന് വെച്ചാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ. ഈ ഹസ്ബൻഡിൻ്റെ ബീജം നമ്മൾ തന്നെ ഒരു പിന്നെ പ്രോട്ടീൻ മീഡിയയിൽ വാഷ് ചെയ്ത് യൂട്രസിനകത്തോട്ട് നിക്ഷേപിക്കുക. കാരണം ചിലപ്പോൾ ഇവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഈ ബീജം യൂട്രസിനകത്ത് പോകണമെന്നില്ല. അപ്പോൾ അതും കൂടെ ഉറപ്പ് വരുത്താനാണ് നമ്മളത് ചെയ്യുന്നത്. അതൊരു അടുത്ത സ്റ്റെപ്പാണ്. മാം, ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി കുറിച്ച് നമ്മൾ പറയും ഒരുപാട് രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ രീതികളുണ്ട്. നമുക്ക് അൾട്രാസൗണ്ട് ഉണ്ട്, CT ഉണ്ട്, MRI ഉണ്ട്. MRI തന്നെ ഇപ്പം 1.5 ടെസ്ല ഉണ്ട്, 3 ടെസ്ല ഉണ്ട്. അത്തരത്തിൽ വളരെ മികവാർന്ന ചിത്രങ്ങൾ ലഭിക്കാനായിട്ടുള്ള പല തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ. എപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ഈ ഇമേജിങ്ങിൽ നിന്ന് മാറി ഡയറക്റ്റായിട്ട് ഈ യൂട്രസും ഓവറിയും ട്യൂബ്സും ഒക്കെ കാണേണ്ടി വരുന്ന അവസ്ഥ എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത്? എന്താണ് ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തു കഴിഞ്ഞാൽ ഈ വന്ധ്യതയ്ക്ക് ഒരു പരിഹാരം കാണാനായിട്ട് സാധിക്കും? അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, അതായത് നമുക്ക് കാരണങ്ങളൊന്നും ഇല്ല പക്ഷേ പേഷ്യൻറ്റിന് വന്ധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തത് ഇപ്പം നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവറി ഉള്ള ഡിസീസ്, അതായത് അവർക്ക് ഇറഗുലർ പീരീഡ്സ് ആണ്, പോളിസിസ്റ്റിക് ഓവറി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മളിപ്പം ടാബ്ലറ്റ്സ് കൊടുത്തിട്ടും അവർ ഓവുലേഷൻ നടക്കുന്നില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പിന്നെ ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് നമ്മളിപ്പം ലാപ്രോസ്കോപ്പി, ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മളതൊരു ടെസ്റ്റാണ്. നമ്മൾ ജസ്റ്റ് ട്യൂബ് ഇട്ടിട്ട് യൂട്രസ് കാണുന്നു, ഓവറി കാണുന്നു, ഇതിനകത്ത് ചിലപ്പോൾ ചെറിയ ഒട്ടലുകൾ കാണും, ട്യൂബും ഓവറിയും തമ്മിൽ ഒട്ടിയിരിക്കുന്നു. ഇതൊന്നും സ്കാനിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരം നമുക്ക് നേരിട്ട് കാണാം. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറിയിൽ നമ്മൾ ചെറിയ ഒരു പങ്ക്ചർ ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഈ പോളിസിസ്റ്റിക് ഓവറി തന്നെ മെയിൽ ആൻഡ്രോജൻ ഹോർമോൺ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ ഫോളിക്കുലർ ഫ്ലൂയിഡിൽ അത് കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് കളയുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പിന്നെ പ്രൊസീജിയേഴ്സ് ഇതിൽ ഈ ഡയഗ്നോസ്റ്റിക്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പലരും പ്രഗ്നൻസി ആവുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ കുഴലുകൾ, അണ്ടവാഹിനി കുഴലുകളിലെ ബ്ലോക്ക് ഉണ്ടോയെന്നും നമുക്ക് അതിൽ കൂടെ നോക്കാൻ പറ്റും. അപ്പോൾ പലരും ഈ ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്ത് PCO പങ്ക്ചർ ചെയ്യുമ്പോൾ പലരും പ്രഗ്നൻസി ആവുന്നുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ഈ ഒട്ടലുകൾ നമ്മൾ എൻഡോമെട്രിയോസിസ് എന്നുള്ളത് ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കാനാണ് നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ലാബ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ സാധാരണഗതിയിൽ യൂട്രസിൻ്റെ സ്കാൻ എടുക്കുമ്പോൾ കാണുന്നതാണ് ഈ ഫൈബ്രോയിഡ്സ്. ഈ ഫൈബ്രോയിഡ്സ് എപ്പോഴാണ് ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത്? ചില ഫൈബ്രോയിഡ്സ് ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് ഫൈബ്രോയിഡ്സ് കുഴപ്പമില്ല, അത് നമ്മൾ വാച്ച് ചെയ്തിരുന്നാൽ മതി, സാധാരണഗതിയിൽ കാണുന്നതാണ് ഫൈബ്രോയിഡ്സ്. പക്ഷേ ഫൈബ്രോയിഡ്സ് എപ്പോഴാണ് ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നത്? ഫൈബ്രോയിഡ് ഇരിക്കുന്ന ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതെ അതെ, അതായത് നമുക്ക് ഫൈബ്രോയിഡ് ആകുമ്പോൾ പലതരത്തിലുള്ള ഫൈബ്രോയിഡ് ഉണ്ട്. അതായത് യൂട്രസിൻ്റെ പുറത്ത് വളരുന്നത്, യൂട്രസിനകത്ത് വളരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ യൂട്രസിന് താഴെയായിട്ട്, അതായത് സെർവിക്സിൻ്റെ അവിടെ, ഇങ്ങനെ ഈ ഒരു 3 ടൈപ്പ് ഫൈബ്രോയിഡ്സ് ഉണ്ട് മെയിനായിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് താഴെ വരുന്ന സെർവൈക്കൽ ഫൈബ്രോയിഡ്, യൂട്രസിന് താഴെ, അപ്പോൾ നമുക്ക് ബീജം കയറി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരിക, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്യൂബിൻ്റെ അടുത്തായിട്ട്, യൂട്രസിൻ്റെ ട്യൂബിനടുത്തായിട്ട് വളരുന്ന ഫൈബ്രോയിഡ്സ്, അപ്പോൾ അതും ബ്ലോക്ക് ചെയ്യുന്നു. ഈ സെമൻ അല്ലെങ്കിൽ സ്പേം പോകുന്ന വഴി ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഭ്രൂണം യൂട്രസിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കണം, അല്ലേ? കുഞ്ഞ് വളരുന്നത് യൂട്രസിനകത്താണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫൈബ്രോയിഡ്, ആ ഫൈബ്രോയിഡ് കാരണം കുഞ്ഞിന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ മാത്രം ഇത് റിമൂവ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ ഒരു ചെറിയ ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഒരു ലെസ് ദാൻ 5 സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണഗതിയിലൊന്നും ചെയ്യേണ്ട. ഇത് വെച്ചുകൊണ്ട് തന്നെ പേഷ്യൻ്റെ പ്രഗ്നൻസി ആവാനും പിന്നെ ഈവൻ ഡെലിവറി വരെയും ആ ഫൈബ്രോയിഡ് ചെറിയതായിട്ടൊന്ന് വളരുമെങ്കിലും വലിയൊരു പ്രശ്നം ഉണ്ടാക്കാതെ പോകും. പക്ഷേ ഇങ്ങനെ ഒരു ഫൈബ്രോയിഡ് ഉള്ളൊരു പേഷ്യൻറ്റ് 1 ഇയർ ആയിട്ട് അല്ലെങ്കിൽ 6 months ആയിട്ട് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് ആയിരിക്കാം ഒരു കോസ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഓവറിയിൽ കാണുന്ന സിസ്റ്റുകൾ, ഈ ഓവറിയിൽ കാണുന്ന എല്ലാ സിസ്റ്റുകൾക്കും അതൊരു സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരുമോ? ചില സിസ്റ്റുകൾ ഡോക്ടർമാർ പറയാറുണ്ട് കുറച്ച് നാൾ 2 പീരീഡ്സ് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ഈ സിസ്റ്റ് തനിയെ പോകും. അപ്പോൾ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. ഏത് തരം സിസ്റ്റുകൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ വേണ്ടി വരും, ഏത് സിസ്റ്റുകൾ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ അത് നമ്മളൊന്ന് കുറച്ച് വാച്ച് ചെയ്താൽ മതി, അത് തനിയെ ചുരുങ്ങി പോകും? അതെ, അതായത് നമുക്ക് 2 ടൈപ്പ് ഓഫ് സിസ്റ്റ് ഉണ്ട്. ഒന്ന് ഫിസിയോളജിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി എല്ലാ പിന്നെ ലേഡീസിലും വരുന്നതാണ്. പീരീഡ്സ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ, നോർമലി ഓവുലേഷൻ നടക്കും എല്ലാവർക്കും 14th day.
അപ്പോൾ ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതൊരു സിസ്റ്റിൻ്റെ രൂപാന്തരപ്പെട്ടിരിക്കും. അത് ചിലപ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഇത് തന്നെ അങ്ങ് ചുരുങ്ങും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പേഷ്യൻറ്റിനെ സ്കാൻ നോക്കുമ്പോൾ ഈ സിസ്റ്റ് നിൽക്കുകയാണെങ്കിൽ ഉടനെ അതൊരു സർജറിക്ക് വിധേയമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നുകിൽ അത് ടാബ്ലറ്റ്സ് കൊടുത്ത് ചുരുങ്ങുമെന്ന് ഒരു 2 months വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ ടാബ്ലറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെയും അതൊരു 2 months കഴിയുമ്പോൾ പോവും. പിന്നെ ഉള്ളതാണ് പേഷ്യൻസിന് ഏറ്റവും പേടിയുള്ളതാണ് പോളിസിസ്റ്റിക് ഓവറി. ഈ പോളിസിസ്റ്റിക് ഓവറി എന്ന് വെച്ചാൽ അത് ആക്ച്വലി ഒരു സിസ്റ്റ് അല്ല, ജസ്റ്റ് ഓവറിയുടെ ഒരു ഷേപ്പ് മാത്രമാണ്. അപ്പോൾ അതിനും നമ്മൾ പേടിക്കേണ്ട, അതിന് ഉടനെ ഒരു സർജറിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടലുകൾ. ഈ എൻഡോമെട്രിയോസിസ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ്. ഈ ചോക്ലേറ്റ് സിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഉടനെ അത് റിമൂവ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് എപ്പോഴും ഒരു ഡിബേറ്റാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരിക്കലും ഒരു 3 cm 4 cm എൻഡോമെട്രിയോസ് ആണെങ്കിൽ അതൊന്നും ചെയ്യണ്ട. പേഷ്യൻസിനെ നമ്മൾ സാധാരണ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രം കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 months വരെ അവർക്ക് ഡെഫിനറ്റ്ലി നോക്കാവുന്നതാണ് ചികിത്സ. അപ്പോൾ അതിലും പ്രഗ്നൻസി ആകുന്നില്ല എങ്കിൽ മാത്രം നമ്മളൊരു സർജറിയെക്കുറിച്ച് കൺസിഡർ ചെയ്യണം. പിന്നെ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഒരു സർജറി അതായിരിക്കണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സർജറി. കാരണം എൻഡോമെട്രിയോസിസ് എപ്പോഴും വീണ്ടും വരും. നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്തോ, കണ്ട ഉടനെ ഒരു 3 cm ഓക്കെ സർജറി ചെയ്താൽ മിക്കവാറും അതൊരു 2-3 months കഴിയുമ്പോൾ വീണ്ടും അത് വരും. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം സർജറി ചെയ്യുമ്പം ഓവറി അതിൻ്റെ ഓരോ ഭാഗവും ശരിക്കും നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എനർജി നമ്മൾ കരിച്ചു കളയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി വന്ന് ഫോളിക്കിൾസ് എല്ലാം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അത് കാരണം നമ്മൾ ഈ റെക്കറൻറ്റ് എപ്പോഴും ഉള്ള സർജറി അവോയ്ഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് തിങ് നമ്മൾ എപ്പോഴും അപ്പോൾ ഒരു എൻഡോമെട്രിയോസിസ് സിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിനെ തൊടാതെ നോക്കുക. അത് വെച്ചുകൊണ്ട് പേഷ്യൻറ്റ് പ്രഗ്നൻസി ആവാൻ പറ്റുമെങ്കിൽ അതായിരിക്കണം ഏറ്റവും ഇത്. പിന്നെ ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ ആ പേഷ്യൻറ്റ് സർജറി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കണം ആ സർജറി. അപ്പോൾ അതിൽ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്തു, ആ സിസ്റ്റ് റിമൂവ് ചെയ്തു, ക്ലിയർ ആക്കി, എന്നിട്ട് ആ പേഷ്യൻറ്റിനെ 6 months ട്രീറ്റ് ചെയ്യുക. 6 months പേഷ്യൻറ്റ് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡെഫിനറ്റ്ലി ഇനി ആ പേഷ്യൻറ്റിനെ വേറൊരു സർജറിക്ക് വിധേയമാക്കരുത്. അങ്ങനെയുള്ള പേഷ്യൻറ്റിനെയാണ് നമ്മൾ IVF-ലോട്ട് ആദ്യമേ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഇനി വെയിറ്റ് ചെയ്യും തോറും ഈ എൻഡോമെട്രിയോസിസ് കൂടുതലായിട്ട് ഓവറിയെ ബാധിക്കുകയും ഉള്ള എഗ്ഗ് കൂടുതൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള പേഷ്യൻസ് എൻഡോമെട്രിയോസിസ് ഡയറക്റ്റ് അല്ല, നമ്മൾ ഒരു പ്രാവശ്യം നമുക്ക് സർജറി ചെയ്യാം, പക്ഷേ വീണ്ടും സർജറി ചെയ്യുക, വീണ്ടും ഒരു 6 months. ഇപ്പോൾ ഈ ഡോക്ടർ തന്നെ പറയുമായിരിക്കും നിങ്ങളൊരു 6 months നിങ്ങൾക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് തരാം, അത് കഴിഞ്ഞിട്ട് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ IVF-ന് വരണം. പക്ഷേ പല പേഷ്യൻസ് ഇപ്പോൾ ആ പേഷ്യൻറ്റ് ചിലപ്പോൾ 26-27 years കാണുള്ളൂ. അപ്പം അടുത്തുള്ളവർ പറയൂ വേണ്ട ഈ പ്രായത്തിൽ എന്തിനാണ് IVF. പക്ഷേ ഈ പേഷ്യൻറ്റിനെ നമ്മൾ IVF ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റ് വീണ്ടും ഈ പറഞ്ഞാണ് കറങ്ങി തിരിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോകും, വീണ്ടും ഇവരിത് തന്നെ ചെയ്യും. ആ പേഷ്യൻറ്റിൻ്റെ എഗ് ക്വാളിറ്റി വളരെ ഒരു 30 years കഴിയുമ്പം നമുക്ക് പിന്നെ IVF ചെയ്യുമ്പോൾ കിട്ടുന്ന എഗ്സ് വളരെ കുറവുമായിരിക്കും, ക്വാണ്ടിറ്റിയും. തീർച്ചയായിട്ടും ഈ വന്ധ്യതയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് യഥാർത്ഥത്തിൽ IVF എന്ന് പറയുന്നത്. IVF നമ്മൾ എന്താണ് ഈ IVF-ൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ അല്ലെങ്കിൽ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ IVF ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്പിൾ കുട്ടികൾ അതായത് ട്വിൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്? ഇപ്പോൾ നമ്മൾ നോർമലി അറിയാമല്ലോ, നമ്മൾ സാധാരണ ഒരു ലേഡിക്ക് 14th day ഓവുലേഷൻ ആവുന്നു. അത് ഒരു എഗ്ഗായിരിക്കും. ആ ഓവുലേഷൻ ആവുന്ന ടൈമിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്പേം വന്ന് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് ഭ്രൂണമാവുന്നു. അപ്പോൾ ഈ ഭ്രൂണമായതിനു ശേഷം ഇത് യൂട്രസിൽ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നോർമലി ഒരു സാധാരണഗതിയിൽ ഒരു പേഷ്യൻറ്റ് പ്രഗ്നൻസി ആവുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ, അതായത് ഒന്നുകിൽ യൂട്രസിൽ പിന്നെ ഓവുലേഷൻ നടക്കുന്നില്ല, രണ്ടാമത് ഈ ഓവുലേഷൻ നടന്ന് ഈ അണ്ടം ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹിനിക്കുള്ളിലൂടെ പോകുന്ന അവിടെ ബ്ലോക്ക്, അപ്പോൾ ഒന്നുകിൽ അത് പോകുന്നില്ല. പിന്നെ മൂന്നാമത് സ്പേം, അതായത് കൗണ്ട് കുറവ്, അപ്പോൾ അങ്ങനെ ഫെർട്ടിലൈസേഷൻ ആകുന്നില്ല. പിന്നെ ഫെർട്ടിലൈസേഷൻ ആയാൽ പോലും ഈ ഭ്രൂണം അറ്റാച്ച് ചെയ്യുന്ന യൂട്രസിൻ്റെ പ്രശ്നം. അപ്പം ഇങ്ങനെ പലതരം പ്രശ്നങ്ങളുണ്ടാവും ഇൻഫെർട്ടിലിറ്റിയിൽ. അപ്പം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തായാലും ഇപ്പം പേഷ്യൻറ്റ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വൈസ് ഉള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, IUA കൊടുത്തു, 6 പ്രാവശ്യം IUA ചെയ്തു, ലാപ്രോസ്കോപ്പി ചെയ്തു, എന്നിട്ടും പ്രഗ്നൻസി ആവാത്ത പേഷ്യൻറ്റിന് ഡയറക്റ്റ് നെക്സ്റ്റ് ഗോ ഫോർ IVF. അപ്പോൾ IVF-ൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന് നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നു. നമ്മൾ സാധാരണഗതിയിലുള്ളതിൽ കുറച്ച് ഹൈ ഡോസ് ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് മൾട്ടിപ്പിൾ ഫോളിക്കിൾസ്, അതായത് നമ്മൾ സാധാരണഗതിയിൽ ഓവുലേഷൻ നടക്കുമ്പോൾ ഒരു ഓവമാണ്, പക്ഷേ നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുത്ത് ആർട്ടിഫിഷ്യലായിട്ട് ചിലപ്പോൾ ഒരു 10 എഗ്ഗ് ആയിരിക്കാം, ചിലപ്പോൾ 20 എഗ്ഗ്, ചിലപ്പോൾ 30 എഗ്ഗ് വരെ പേഷ്യൻസിൻ്റെ നമുക്ക് കിട്ടും.
അപ്പോൾ അത് അനസ്തീഷ്യ വഴി നമ്മൾ സ്കാനിൽ കണ്ടുകൊണ്ട് അത് വെളിയിലെടുക്കുന്നു. മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ ഹസ്ബൻഡിൻ്റെ ബീജം തന്നെ സ്പേം ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒരു എഗ്ഗ് വെക്കുന്നു. നമ്മൾ തന്നെയാണ് ആ ഫെർട്ടിലൈസേഷൻ ചെയ്യുന്നത്. അതായത് നാച്ചുറലായിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സ് നമ്മൾ ഔട്ട്സൈഡ് ചെയ്യുന്നു. അതാണ് ഇൻ വിട്രോ അല്ലെങ്കിൽ IVF ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് നേരിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊരു ഭ്രൂണമാവുന്നു, ഫെർട്ടിലൈസ് ചെയ്തിട്ട് എംബ്രിയോ ആവുന്നു. ഈ എംബ്രിയോ നമ്മൾ ഡയറക്റ്റായിട്ട് യൂട്രസിനകത്തോട്ട് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് പലതരം ഫാക്ടേഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. ഒന്ന്, ഇപ്പം ഈ സ്പേം തന്നെ ചിലപ്പം സ്വിം ചെയ്ത് എഗ്ഗിൻ്റെ അടുത്ത് എത്തുമെന്ന് നമുക്ക് ഉറപ്പില്ല നോർമലി പ്രഗ്നൻസിയിൽ. പക്ഷേ ഇതിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഭ്രൂണമാവുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. എഗ്ഗിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റും, സ്പേമിൻ്റെ ക്വാളിറ്റി, എഗ്ഗിൻ്റെ ക്വാളിറ്റി. പിന്നെ ഇത് അറ്റാച്ച് ചെയ്യാൻ യൂട്രസിനകത്ത് വിട്ടു കൊടുക്കുന്നു. അപ്പം ഇത്രയുമുള്ള സ്റ്റേജസ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് തന്നെയാണ് IVF എന്നുകൊണ്ട് തന്നെ പറയുന്നത്. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുക. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് IVF-നെ കുറിച്ചും അതുപോലെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിയും അതുപോലെ തന്നെ വന്ധ്യതയെക്കുറിച്ചും വളരെ ലളിതമായി തന്നെ പറഞ്ഞു തന്നില്ല. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം